ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാനിന്ന് തയ്യാറാക്കുന്ന വിഭവമാണ് മത്തങ്ങ പായസം. ഈ പായസം വളരെ രുചികരമായ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മതി വരില്ല. ഇത് തയ്യാറാക്കാനായി 1/2 കിലോഗ്രാം മത്തൻ എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മുറിച്ചെടുത്തിരിക്കുന്ന മത്തൻ കുക്കറിലേക്ക് ചേർക്കാം. 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. പായസം തയ്യാറാക്കാനായി ഉരുളി അടുപ്പത്ത് വെച്ച് 1/2 കിലോഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്തത് ചേർക്കാം. അതിലേക്ക് വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന മത്തൻ ചേർത്ത് കൊടുക്കാം. മത്തൻ ശർക്കര പാനിയിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം 100 ഗ്രാം ചവ്വരി വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പാല് ചേർത്ത് കൊടുക്കാം. ചവ്വരി മത്തനും നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. 2ാം പാല് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാൽ ചേർത്ത് നല്ലതുപോലെ കൈവിടാതെ ഇളക്കി യോജിപ്പിച്ച് തിളച്ച് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഏകദേശം പായസം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാലും ചേർത്ത് ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. പായസം തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 1/2 ഗ്ലാസ് വറുത്ത പച്ചരി മാവിൻ്റെ തരി ചേർത്തിളക്കി യോജിപ്പിക്കാം. ഇത് തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. പായസം നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാതെ നോക്കണം. പായസം പാകമായിട്ടുണ്ട്. മത്തങ്ങ പായസം അധികം ലൂസാവാതെ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി പായസത്തിലേക്ക് തേങ്ങാക്കൊത്തും കിസ്മിസും കാഷ്യൂനട്ടും നെയ്യിൽ മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം. മത്തങ്ങ പായസം തയ്യാറായിട്ടുണ്ട്. പായസം തണുത്തതിന് ശേഷം വിളമ്പാവുന്നതാണ്. ഫ്രണ്ട്സ്, try this and show your feedback in the comment section. Thank you.